എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തൃശ്ശൂര് മറ്റൊരു വലിയ ആഘോഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശ്ശൂരിലെത്തുകയാണ്. സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് എന്നുള്ളതാണ്. തൃശ്ശൂര് ഇന്നത്തെ അലങ്കാരങ്ങളെ കുറിച്ച് നമുക്കൊന്ന് കാണാം. ഇതാണ് തൃശ്ശൂരത്തെ അലങ്കാരങ്ങൾ. തൃശ്ശൂര് ഇതിനു മുമ്പുള്ളതിൽ വെച്ച് ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അലങ്കാരങ്ങളും അതുപോലെ ഏറ്റവും വലിയ ബാരിക്കേഡുകളും ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ബാരിക്കേഡുകളുമാണ് ഇന്ന് തൃശ്ശൂരിന്റെ കാഴ്ച. തെക്കേ ഗോപുരനടയിലാണ്. നമ്മൾ ഈ പറയുന്ന പോലെ രാവിലെ 7 മണി ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞാൽ പോലീസുകാരുടെ നമ്മളിങ്ങനെ അറിയുന്ന പോലീസുകാരോട് അന്വേഷിച്ച് 9 മണിയാകുമ്പോഴേക്കും കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യും എന്നാണ് അറിയുന്നത്. കുട്ടല്ലൂർ ഹെലിപാഡിലാണ് പ്രധാനമന്ത്രി വരുന്നത്. നമ്മളീ പറഞ്ഞ പോലെ അവിടെ ആ കാണുന്ന ജില്ലാ ആശുപത്രിയുടെ മുമ്പിൽ നിന്ന് റോഡ് ഷോ ആയിട്ട് മണികണ്ഠനാല്, നടുവിലാല്, നായ്ക്കനാല്, അങ്ങനെ 3 ആലുകളാണ്. അതിൽ നായ്ക്കനാലിൻ്റെ അവിടെ എത്തിയിട്ട് അവിടെയാണ് സ്റ്റേജ്. ഈ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ ആലിൻ്റെ ശിഖരങ്ങളാണ് ഒരു കുഴപ്പവുമില്ലാതെ മുറിച്ചിട്ടുള്ളത്. പലപ്പോഴും ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പറയാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എന്ത് പരിപാടി നടത്തുമ്പോഴും ഭക്തജനങ്ങൾക്ക് യാതൊരു വക ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് പ്രധാനമന്ത്രിയാണ് വരുന്നത്. പ്രധാനമന്ത്രി വരുമ്പോൾ അല്ലെങ്കിൽ പ്രസിഡന്റ് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതൊരു സ്വാഭാവികമായ കാര്യമാണ്. പക്ഷേ ഇപ്പോഴേ ഈ ഹൈക്കോടതി ഇടപെടലുകൾ അല്ലെങ്കിൽ വിധികളൊന്നും തന്നെ സാധാരണഗതിയിൽ വരാറില്ല. പറഞ്ഞ പോലെ നായ്ക്കനാല് ആലിൻ്റെ ശിഖരങ്ങൾ മുറിച്ചത് അത് വലിയ വിവാദം ഒന്നും ആയില്ല. ഇനിതാ ഇവിടെ നിന്നുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഇപ്പോൾ രാവിലെ തൃശ്ശൂർ പൂരത്തിൻ്റെ പോലെ തന്നെ എല്ലാവിധ മാധ്യമപ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, തീർച്ചയായിട്ടും ഇതൊരു പൂരത്തിന് സമാനമായ പരിപാടി തന്നെയാണ്. 2 ലക്ഷത്തോളം BJP വനിതകൾ അല്ലെങ്കിൽ BJP പ്രവർത്തകരായിട്ടുള്ള വനിതകളാണ് ഇന്നിവിടെ എത്തുന്നത്. വടക്കുന്നാഥന്റെ ഈ ഗോപുരനട ഇന്നിപ്പോ ഈ ആലിന്റെ ശിഖരങ്ങൾ മുറിച്ചതും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും വിവാദമായില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അതാണ് പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കറിയുന്ന പോലെ ഒരു ചെറിയ കാര്യം കേരള സർക്കാരുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായാൽ അത് വലിയ വിവാദമാവുമ്പോൾ ഇന്നിപ്പോൾ തൃശ്ശൂരത്തെ ഏതാണ്ട് എല്ലാ കടകളും റൗണ്ടിലത്തെ അടയ്ക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 24-ലെ സൂരജ് സജി മാത്രമായിരിക്കാം അതൊരു വാർത്തയായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക. ഒറ്റ മാധ്യമ പ്രവർത്തകരും അതൊരു വാർത്തയായിട്ട് നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. പക്ഷേ ആലിൻ്റെ ശിഖരങ്ങൾ മുറിച്ചതും ഒരു വാർത്തയല്ല. അത് ആ ശ്രദ്ധയാണ് മാധ്യമപ്രവർത്തകർ ഇനി കാണിക്കുന്ന കാര്യം. അതിപ്പോൾ തൃശ്ശൂർ നമ്മളതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇന്നിപ്പോൾ നമുക്കറിയാം, നമ്മുടെ അറിവിലൊന്നും ഇത് ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം, ഇതിന് തൊട്ടപ്പുറത്ത് മണികണ്ഠനാലാണ് ഗാന്ധിജി ആദ്യമായിട്ട് ഇറങ്ങിയ സ്ഥലം. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഗാന്ധിജി വന്നിറങ്ങിയ സ്ഥലം മണികണ്ഠനാല്. അന്ന് നവാബ് രാജേന്ദ്രൻ്റെ അച്ഛൻ അദ്ദേഹം അത് പാട്ടത്തിനെടുത്തിരുന്ന സ്ഥലമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞതിന് ശേഷം, പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞതിന് ശേഷം നവാബ് രാജേന്ദ്രൻ്റെ അച്ഛൻ തൃശ്ശൂരിക്ക് വരികയും തൃശ്ശൂരിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ അവിടെയാണ് ഗാന്ധിജി ആദ്യം വന്ന് മണികണ്ഠനാലിൻ്റെ അവിടെ അതിൻ്റെ ഫോട്ടോസ് ഇപ്പോഴും ഇവിടെ നിലവിലുണ്ട്. പിന്നീട് ഗാന്ധിജി വന്നിറങ്ങിയ സ്ഥലം എന്നുള്ളത് ഈ വിദ്യാർത്ഥി കോർണറാണ്. അപ്പോൾ വിദ്യാർത്ഥി കോർണറും ഇതിൻ്റെ ഒരു അടയാളമുള്ള സ്ഥലമാണ്. ഇപ്പുറത്ത് നിൽക്കുന്നത് നെഹ്റു മണ്ഡപമാണ്. ഈ നെഹ്റു മണ്ഡപവും സാധാരണഗതിയിൽ ഇവിടെയാണ് ഇത്തരം പരിപാടികൾ സാധാരണഗതിയിൽ നടക്കാറുള്ളത്. എനിക്ക് തോന്നുന്നു, എൻ്റെ അറിവിൽ തോന്നുന്നു, ആദ്യമായിട്ടായിരിക്കാം അപ്പുറത്തൊരു പരിപാടി നടക്കുന്നുണ്ടാവുക എന്ന് തോന്നുന്നു. എന്തായാലും പരിപാടികൾ ഗംഭീരമാണ്. കുട്ടല്ലൂർ മുതൽ ഇവിടെ വരെയുള്ള സെക്യൂരിറ്റി, ഇന്നലെ പോലീസിൻ്റെ മോക്ക് ഡ്രില്ല് എല്ലാം വളരെ ഗംഭീരമായിരുന്നു. പക്ഷേ കണ്ണിൽ കണ്ട കാര്യങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന
അപൂർവമായ ചില സംഗതികൾ നമ്മളിവിടെ കാണാം. പറഞ്ഞ പോലെ താടിയുള്ളപ്പനെ പേടിയുണ്ട് എന്ന് പറയുന്ന പോലെയാണ് ഇത്. വേണ്ടത് എന്താണോ, വിവാദങ്ങളില്ലാതെ സത്യസന്ധമായിട്ടല്ലെങ്കിലും റിപ്പോർട്ട് ചെയ്യാനായിട്ട് മാധ്യമങ്ങളുടെ കരുതല്, അത് ഭയങ്കര പ്രത്യേകതയാണ്. ഇത് ഇപ്പോ ഈ നമ്മുടെ പിറകിൽ കാണുന്നതാണ് ആ ചിത്രം. ഈ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു പെയിന്റിങ്, അത് വളരെ ഗംഭീരാണ്. ബി ഗോപാലകൃഷ്ണൻ വന്നിട്ടുണ്ട്, അതുപോലെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ വന്നിട്ടുണ്ട്. 24 സൂരജ്, സജീനെ കാണാനില്ല. അല്ല, BJPയുടെ സമുന്നതരായ നേതാക്കളെല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. നടന്നുകൊണ്ടിരിക്കുകയാണ് പരിപാടികൾ. നമ്മൾ തൽക്കാലം ലൈവ് കട്ട് ചെയ്യണു. കാരണം ഇവിടെ ഇനി ഇത്ര നേരത്തിൽ കൂടുതൽ നിൽക്കുക എന്ന് പറയുന്നത് അത്ര സുന്ദരമായിരിക്കുമെന്ന് തോന്നുന്നില്ല. സൈക്ലേഴ്സും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അല്ലേ. അവർ മാത്രം ഒന്നും വന്നിട്ടുള്ളതുകൊണ്ട് വേറെ ആരും വന്നിട്ടില്ല. ഇത് സ്ഥിരമായിട്ട് തൃശ്ശൂരത്തെ കാഴ്ചകളിലുള്ള ആളുകളാണ് സൈക്ലേഴ്സ്. അപ്പോൾ അവർ മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അല്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന്, വേറെ ആരുമില്ലേ? നിങ്ങൾ പോരാ, ഗ്ലാമർ പോരാ. എന്റെ പോലെ വയറൊക്കെയുള്ള ആളുകള് സൈക്ലേഴ്സ് ആയിട്ട് വന്നിട്ട് വയറാ. കുറച്ച് 9 മണി കഴിഞ്ഞ എളുപ്പമല്ല പിന്നെ. അപ്പൊ എന്തായാലും ഇന്നത്തെ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.